അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂരിൽ അബ്സ്വാരി വളിയാഇഹാ വഖൂത്തിൽ അർവാഹി വഇദാഇഹാ വഅലാ ആലിഹി വസുഹാബിഹി വഅത്ബാഇഹി വസല്ലിം തസ്ലീമൻ കസീറൻ കസീറാ. എല്ലാ കേരള വിഷൻ പ്രേക്ഷകർക്കും ഇസ്ലാം അറിവിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ആഴ്ച സ്വർഗത്തിലെ അമൂല്യമായ അനർഘങ്ങളായ അജയ്യങ്ങളായ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, ആനിയത്തുഹും അദ്ദഹബു വൽ ഫില്ലത്തു. സ്വർഗത്തിലെ പാത്രങ്ങളെല്ലാം സ്വർണ്ണ വെള്ളി നിർമ്മാണത്തിൽപ്പെട്ടതാണ്. വെള്ളി കൊണ്ടോ സ്വർണം കൊണ്ടോ നിർമ്മിക്കപ്പെട്ട പാത്രങ്ങളാണ് സ്വർഗവാസികൾക്ക് ആസ്വദിക്കാനായി അള്ളാഹു നൽകിയിരിക്കുന്നത്. ഈ ഭൂമിയിലെ ജീവിതത്തിൽ സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ പാത്രം ഉപയോഗിക്കൽ ഇസ്ലാം നിഷിദ്ധമാക്കിയിരിക്കുന്നു. സ്വർണ്ണപ്പാത്രങ്ങളിൽ ഭക്ഷണം കഴിക്കുകയോ വെള്ളിപ്പാത്രങ്ങളിൽ കുടിക്കുകയോ ചെയ്യാനൊരു മുസൽമാന് പാടില്ല. പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ അവയെല്ലാം തന്നിരിക്കുന്നു. സ്വർഗത്തിലെ പാത്രങ്ങൾ, അവിടുത്തെ ഉപകരണങ്ങൾ, ഫർണിച്ചറുകൾ, കട്ടിലുകൾ, കസേരകൾ എന്ന് വേണ്ട എല്ലാം തങ്കത്താലും വെള്ളിയാലുമൊക്കെ നിർമ്മിക്കപ്പെട്ടതാണ്. നമുക്കറിയാം, സ്വർഗം ആസ്വാദനത്തിൻ്റെ പരമകോടിയാണ്. ആനന്ദത്തിൻ്റെ, ആസ്വാദനത്തിൻ്റെ, അനുഭൂതിയുടെ ആ പരമകോടിയിൽ പരിലസിക്കുവാൻ, പരമാനന്ദം അതിൻ്റെ പരിപൂർണതയിലെത്തിക്കുവാൻ ആവശ്യമായ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ചെയ്തിട്ടുണ്ട്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖുൽതു യാ റസൂലല്ലാഹ് മിമ്മ ഖുലിഖൽ ഖൽഖു. ഞാൻ ഒരിക്കൽ പ്രവാചകരോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ ദൂതരെ, മനുഷ്യനെ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്? മനുഷ്യൻ്റെ അസൽ, മനുഷ്യൻ്റെ മൂശ എന്താണ്? ഖാല മിനൽ മായി, വെള്ളത്തിൽ നിന്നാണ്. മനുഷ്യ ശരീരത്തിൻ്റെ മൂലധാതു വെള്ളമാണ്, നമുക്കറിയാം. മനുഷ്യ സൃഷ്ടിപ്പ് വെള്ളത്തിൽ നിന്നാണെങ്കിൽ ഖുൽതുല്ല, ഞങ്ങൾ ചോദിച്ചു, അപ്പോൾ അല്ലാഹു റസൂലെ, അൽ ജന്നത്തു മാ ബിനാ ഉഹ, അല്ലാഹു തആല സ്വർഗമുണ്ടാക്കിയിരിക്കുന്ന എന്തുകൊണ്ടാണ്, എന്ത് വസ്തു കൊണ്ടാണ്? അവിടെ നിന്ന് പറഞ്ഞു, ലബനത്തുൻ മിൻ ഫില്ലത്തിൻ വ ലബനത്തുൻ മിൻ ദഹബിൻ. ഒരിഷ്ടിക സ്വർണ്ണമാണെങ്കിൽ ഒരിഷ്ടിക വെള്ളിയായിരിക്കും. അങ്ങനെ സ്വർണ്ണ വെള്ളി ഇഷ്ടികകൾ കൊണ്ടാണ് സ്വർഗം കെട്ടിപ്പടുത്തപ്പെട്ടിരിക്കുന്നത്. സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ എന്താണ്? ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ കെട്ടിടം ബുർജ് ഖലീഫ. ഒരു സ്വർഗവാസിയുടെ, താഴ്ന്ന സ്വർഗവാസിയുടെ ബിൽഡിംഗ് പോലും അതിനേക്കാൾ ഉയരത്തിലായിരിക്കും. ബുർജ് ഖലീഫയുടെ മുകളിൽ കയറിയവനാണ് ഈ വിനീതൻ. 121 നിലകൾ. സുബ്ഹാനല്ലാഹ്, അതിനപ്പുറത്ത് പിന്നെയും എത്രയോ നിലകൾ, എത്രയാണെന്ന് അവർ വെളിപ്പെടുത്തുന്നില്ല. ആ ബുർജ് ഖലീഫ നാളെ ഏറ്റവും ചെറിയ സ്വർഗവാസികളുടെ വീടിനേക്കാൾ, മാളിയേക്കാൾ ചെറുതായിരിക്കുമെന്ന് പറയുമ്പോൾ എന്തായിരിക്കും സ്വർഗം? അത് കെട്ടിപ്പടുത്തപ്പെട്ടിരിക്കുന്നത് ഒരിഷ്ടിക സ്വർണ്ണമാണെങ്കിൽ ഒരിഷ്ടിക വെള്ളി കൊണ്ടാണ്. വമിലാത്തുഹാൽ മിസ്കു. പ്രവാചകൻ പറയുകയാണ്, അതിന് ചാന്തിട്ടിരിക്കുന്നത് കസ്തൂരിയാണ്. കസ്തൂരി കൊണ്ടാണ് അതിന് ചാന്ത്, ആ ഇഷ്ടികകൾ തമ്മിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അൽ അദ്ഫറു, വെറും കസ്തൂരിയല്ല, സുഗന്ധപൂരിതമായ അതീവ സുഗന്ധമുള്ള കസ്തൂരിയാണ്. വഹസബ ഉഹാൽ ലുഉലു വൽ യാഖൂത്തു. ആ സ്വർഗവാസിയുടെ മാളികയുടെ പുറത്തുള്ള ചരൽക്കല്ല്, മണ്ണെന്ന് പറയുന്നത്, അത് മുത്തുകളും മരതകങ്ങളുമാണെന്ന് മഹാനായ പ്രവാചകൻ. വീടിൻ്റെ പുറത്തിട്ടിരിക്കുന്ന ഇൻ്റർലോക്കിൻ്റെ സ്ഥാനത്ത് മുറ്റത്തിട്ടിരിക്കുന്ന വസ്തു മുത്തുകളും മരതകങ്ങളുമാണ്, വില തീരാനാവാത്തത്. വത്തുർബത്തുഹാ സഅഫറാനു. അവിടുത്തെ മണ്ണ് എന്ന് പറയുന്നത് കുങ്കുമമാണ്, കുങ്കുമം കൊണ്ടാണ് മണ്ണിട്ടിരിക്കുന്നത്. ലാ തബലി സിയാബുഹും മൻ ദഖലഹാ യൻഅമുല യബ്അസു.
ആ സ്വർഗത്തിൽ കിടന്നവൻ ഒരിക്കലും ഒരു നിരാശയോ പരിഭവമോ ദുഃഖമോ വേദനയോ ഉണ്ടാവുകയില്ല. വയഹുലുദുല യമൂത്തു, എക്കാലത്തും അവനോട് താമസിക്കും, മരണമെന്ന് പറയുന്നവനെ പിടികൂടുന്നതല്ല. ലാ തബലി സിയാബുഹും, അവരുടെ വസ്ത്രങ്ങൾ ഒരിക്കലും ദ്രവിച്ചു പോവുകയില്ല, പഴകുകയില്ല. ഒരു വസ്ത്രം ഒരിക്കൽ ധരിച്ചാൽ പിന്നെ അത് പഴകി ദ്രവിക്കുന്ന പ്രശ്നമില്ല, മാറ്റണമെങ്കിൽ മാറ്റാം. പഴകുകയില്ല, ദ്രവിക്കുകയില്ല, ചീത്തയായി പോവുകയില്ല. വലാ യഫ്നാ ഷബാബുഹും, അവരുടെ യൗവനവും ഒരിക്കലും നഷ്ടപ്പെടുന്നതല്ല എന്ന് മഹാനായ പ്രവാചകൻ. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്തരം മനോഹരമായ സ്വർഗം നേടണമെന്ന് നമുക്ക് ആഗ്രഹം വരുന്നില്ലേ? മോഹിച്ചു പോകുന്നില്ലേ? അത്യാഗ്രഹം തോന്നിപ്പോകുന്നില്ലേ? ആർത്തി തോന്നിപ്പോകുന്നില്ലേ? അള്ളാഹു നമ്മളെല്ലാം സ്വർഗവാസികൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. മഹാനായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അനുയായികളുമൊത്ത് നമസ്കരിക്കുകയായിരുന്നു. പ്രവാചകൻ ഇമാം, സഹാബത്ത് മഅ്മൂമീങ്ങൾ നമസ്കാരം നടക്കുകയാണ്. നമസ്കാരത്തിനിടയിൽ സ്വർഗത്തെ വിശേഷിപ്പിക്കുന്ന ഖുർആൻ വചനങ്ങളാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഓതിയത്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ദവാതാ അഫ്നാൻ ഫീഹിമാ ഐനാനി തജ്രിയാൻ ഫീഹിമാ ഫാകിഹത്തും വനഖ്ലും വറുമ്മാൻ ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ കഅന്നഹുന്നൽ യാഖൂത്തു വൽ. അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് അനുഗ്രഹിച്ച ആയത്തുകൾ അതിങ്ങനെ പ്രവാചകൻ ഇങ്ങനെ ഖുർആൻ ഓതി നമസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സ്വഹാബത്ത് കാണുന്നത് അള്ളാഹും റസൂൽ എന്തോ എടുക്കാനെന്ന വണ്ണം മുന്നോട്ടാഞ്ഞു പോകുന്നു, പിടിക്കാൻ പോകുന്നു എന്തിലോ, എന്നിട്ട് പെട്ടെന്ന് പുറകോട്ട് വരുന്നു, നിൽക്കുന്നു. ഇത് പലതവണ ആവർത്തിച്ചു. നമസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ സ്വഹാബത്ത് പ്രവാചകരോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഒരിക്കലും കാണാത്ത ഒരു കാഴ്ചയാണല്ലോ ഞങ്ങളിന്ന് കണ്ടത്. നമസ്കാരത്തിൽ 3 അനക്കങ്ങൾ പോലും അനങ്ങാൻ പാടില്ല എന്ന് അവിടെ നിന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. എന്നിട്ട് അവിടെ നിന്ന് നമസ്കാരത്തിൽ മുന്നോട്ട് നടക്കുന്നു, എന്തോ പിടിക്കാൻ പോകുന്നു, എടുക്കാൻ പോകുന്നു, പിന്നീട് തിരിച്ചു വരുന്നു, യഥാസ്ഥാനത്ത് വന്ന് നിൽക്കുന്നു. എന്താണിത്? അല്ലാഹു റസൂൽ പറഞ്ഞു, സഹാബത്തെ, നിങ്ങൾ അറിഞ്ഞല്ലോ ഞാനിങ്ങനെ ഖുർആൻ ഷരീഫിൽ സ്വർഗത്തെക്കുറിച്ചുള്ള ആയത്തുകളാണ് ഓതിയത്. സ്വർഗത്തിൻ്റെ വിവരണങ്ങളുള്ള ആയത്തുകൾ ഇങ്ങനെ ഞാൻ അങ്ങോട്ട് പാരായണം ചെയ്തപ്പോൾ ആ പാരായണത്തിൽ ലയിച്ച് സ്വർഗം എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ എന്നെ തന്നെ വിസ്മരിച്ചു പോയി. സ്വർഗത്തിൻ്റെ പഴക്കുലകൾ അതിൻ്റെ കായ്കളിങ്ങനെ മുന്നിൽ കിടന്ന് ആടുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടപ്പോൾ ഞാൻ സ്വർഗത്തിലാണ് നിൽക്കുന്നതെന്ന് ധരിച്ച് ഞാൻ ആ പഴങ്ങളൊന്ന് പറിച്ചെടുക്കാൻ വേണ്ടി മുന്നോട്ടാഞ്ഞതാണ്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, ഞാൻ മദീനത്താണ്, പള്ളിയിലാണ്, നമസ്കാരത്തിന് ഇമാമാണെന്ന് ഓർമ്മ വന്നു. ഞാൻ പെട്ടെന്ന് അടങ്ങി നിന്നു. നമസ്കാരത്തിൽ പലതവണ എനിക്കിത് സംഭവിച്ചു. സ്വഹാബത്തെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ നേരിട്ട് കണ്ടയാളാണ്. മിറാജിൻ്റെ രാവിൽ ആ കണ്ട പ്രവാചകൻ ആ സ്വർഗത്തിലെത്തിപ്പെട്ടതുപോലെ സ്വർഗത്തിനകത്താണ് താൻ നിൽക്കുന്നതെന്ന ഭാവത്തിൽ ആ പഴക്കുലകൾ, കായ്കനികൾ പറിച്ചെടുക്കാനായിട്ട് പരിശ്രമിച്ചെങ്കിൽ ആ സ്വർഗം നമ്മളെ മോഹിപ്പിക്കുന്നില്ലേ? കൊതിപ്പിക്കുന്നില്ലേ? അതിലേക്ക് അത്യാഗ്രഹം ജനിക്കുന്നില്ലേ? ആ സ്വർഗം നമുക്ക് നേടിയെടുക്കണ്ടേ? എന്താണ് സ്വർഗം നേടിയെടുക്കാൻ? ആരംഭപ്പൂവിനെ ത്രസിപ്പിച്ച, കൊതിപ്പിച്ച സ്വർഗം നേടിയെടുക്കാൻ നമുക്കെന്താണൊരു മാർഗം? സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. ജനമൊക്കെയും തൃണവൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബുറു തന്നാ പിന്നെയും. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കൊടീശ്വരൻ നീ തന്നെ എക്കാലത്തിലും. മരണം നിനക്കില്ലാതതിൽ കഴിയുന്നതാ, മനസ്സെപ്പോഴും സന്തോഷമാൽ തിളങ്ങുന്നതാ. ഉടുക്കാനതിൽ കൊടുക്കുന്ന തുണിയും സുന്ദുസ. അൽഹംദുലില്ലാ, ജീവിതം എന്തന്തസാ.
പുറത്തുള്ള മണ്ണും ചരളുമിസ്കും ജൗഹറ, പിന്നെന്തു പറയാന ഹബീബേ ഉള്ളറാ. അള്ളാഹു നൽകുന്ന സ്വർഗം അവർണ്ണനീയമായ, അനർഘമായ, അമൂല്യമായ, പ്രൈസ്ലെസ്, വില നിശ്ചയിക്കാൻ ആർക്കുമാകാത്ത സ്വർഗം. ആ സ്വർഗത്തിൽ ഇത്രമാത്രം അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിരിക്കുന്നു. ഉടുക്കാനതിൽ കൊടുക്കുന്ന തുണിയും സുന്ദുസ, അൽഹംദുലില്ലാ ജീവിതം എന്തന്തസാ. പട്ടുവസ്ത്രങ്ങളാണ് ഉടുക്കാൻ കൊടുക്കുക. സ്വർഗത്തിൻ്റെ പുറത്തുള്ള മണ്ണ് പോലും മരതകവും മാണിക്യവും കസ്തൂരിയും സുഗന്ധവാഹിനിയുമാണ്. പുറത്തുള്ള മണ്ണും ചരളുമിസ്കും ജൗഹറ, പിന്നെന്തു പറയാന ഹബീബേ ഉള്ളറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വർഗം വെച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ അരുൾ ചെയ്തു, മൗലിയു സൗത്തിൻ ഫിൽ ജന്നത്തി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. സ്വർഗത്തിൽ ഒരു ചാട്ട വയ്ക്കാനുള്ള സ്ഥലം ഒരാൾക്ക് കിട്ടിയാൽ ഈ പ്രപഞ്ചവും അത് മുഴുവനും കിട്ടുന്നതിനേക്കാൾ അവന് ഉത്തമമായിരിക്കും. നാം മനസ്സിലാക്കണം, ദുനിയാവിലെ സകല വസ്തുക്കളും കൊടുത്താലും സ്വർഗത്തിൽ ഒരു ചാട്ടവാർ വയ്ക്കാനുള്ള സ്ഥലം കിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കളിയോ തമാശയോ ഒന്നും പറയുന്ന ആളല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഭാവനയോ സങ്കല്പമോ കണ്ട് വിളിച്ചു പോകുന്ന ആളുമല്ല. അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കലും ഭാവന, അതിശയോക്തി പറയുകയില്ല. ഒരു കാര്യത്തെ ഇമാജിനേഷൻ, എക്സാഗ്രേഷൻ, അള്ളാഹു എക്സാഗ്രേറ്റ് ചെയ്ത് പ്രവാചകൻ പറയുകയില്ല. നമ്മളൊക്കെയാണ് ഒരു കാര്യം കണ്ടാൽ അതിൻ്റെ 10 ഇരട്ടിയായിരിക്കും പറയുക. നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഞാഞ്ഞൂളൊക്കെ പെരുമ്പാമ്പായി മാറും. ചെറിയ ഒരു ചിതൽപുറ്റ് വൻമലയായി രൂപാന്തരപ്പെടും. നമ്മളങ്ങനെ കൂട്ടിപ്പറയുന്നവരാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരിക്കലും അപ്രകാരം പറയുമായിരുന്നു. വസ്തുത മാത്രം പറയുമായിരുന്നു. ഒരിക്കലും ഇന്ത്യക്കാരനും അമേരിക്കക്കാരനും റഷ്യക്കാരനും തമ്മിൽ ഒത്തുകൂടി. അമേരിക്കക്കാരൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ വിമാനങ്ങളൊക്കെ ആകാശത്തിൻ്റെ മുകളിലൂടെയാണ് പറന്നു പോവുക. രണ്ടുപേരും ചോദിച്ചു, ആകാശത്തിന് മുകളിലൂടെയോ? അല്ല, മുകളിലൂടെ എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെ. റഷ്യക്കാരൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ കപ്പലുകളൊക്കെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ മുട്ടിയാണ് കടന്നു പോകുന്നത്. സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ മുട്ടിയോ? അല്ല, തൊട്ടുമുകളിൽ. ഇത് രണ്ടും കേട്ടപ്പോൾ ഇന്ത്യക്കാരൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും മൂക്കിലൂടെയാണ് ഭക്ഷണം കഴിക്കുന്നത്. മൂക്കിലൂടെ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാൻ സംശയം ചോദിച്ചവൻ പറഞ്ഞു, അല്ല, തൊട്ട് താഴെ. എല്ലാം എക്സാഗ്രേറ്റ് ചെയ്ത് പറയുക, കൂട്ടിപ്പറയുക മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. നീർക്കോലിയെ പെരുമ്പാമ്പാക്കി പറയും, ഒരു സംഭവം ഉണ്ടായി, അങ്ങനെയുണ്ടായി, ഇങ്ങനെയുണ്ടായി. ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. പക്ഷേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്തുത മാത്രം പറയുമായിരുന്നു. കളവോ കളവിൻ്റെ ലാഞ്ചനയോ അതിശയോക്തിയോ പ്രവാചകൻ്റെ ജീവിതത്തിൽ അവിടെ നിന്ന് പറഞ്ഞിട്ടില്ല. അവിടെ നിന്ന് പറഞ്ഞു, ഇദാ റഅയ്തുമുൽ മദ്ദാഹീന, മുബാലഗ ചെയ്ത് പറയുന്നവർ, ഇല്ലാത്തതിനെ ഉണ്ടാക്കി പറയുന്നവരെ കണ്ടാൽ ഫഹ്സു ഫി വുജൂഹിഹിം അത്തുറാബ്, അവരുടെ വായയിലേക്ക് മണ്ണ് വാരിയിടുക എന്ന് മഹാനായ പ്രവാചകൻ. ഇല്ലാത്തതിനെ പെരുപ്പിച്ച് പറയുന്നവർ അവരുടെ വായയിലേക്ക് മണ്ണ് വാരിയിടാൻ അവിടെ നിന്ന് കൽപ്പിക്കുകയുണ്ടായി. മൻ കാന മിൻകും മാദിഹൻ ലാ മഹാല ഫൽയഖുൽ അഹ്സിൻ വല്ലാഹു ഹസീബുഹു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാളെ പ്രശംസിക്കണം, പുകഴ്ത്തി പറയണം, കൂട്ടി പറയണം തോന്നിയാൽ ഇങ്ങനെ പറഞ്ഞു കൊള്ളട്ടെ, എൻ്റെ ധാരണയിൽ ഇങ്ങനെയാണ്, അള്ളാഹുവാണ് ശരിയാവണ്ണം അറിയുന്നവൻ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇങ്ങനെയാണ്, ബാക്കി അള്ളാഹുവിൻ്റെ കയ്യിലാണ്, അള്ളാഹുവാണ് ശരിക്കും അറിയുന്നവൻ, അവിടെ നിന്നാണ് കണക്കാക്കുന്നവൻ എന്ന് പറഞ്ഞു കൊള്ളട്ടെ എന്ന് പ്രവാചകൻ. പുകഴ്ത്തി പറയാൻ പാടില്ല. ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്തുതകളെ വസ്തുതകളായി മാത്രം അവതരിപ്പിക്കുമായിരുന്നു. ഒരിക്കൽ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു നബിയോട് ചോദിച്ചു, മൻ അഹബ്ബുന്നാസി ഇലൈക യാ റസൂലല്ലാഹ്. അംർ ബിൻ ആസിനെ പ്രവാചകൻ ഒരിക്കലും സൈന്യത്തിൻ്റെ നേതാവാക്കി, ക്യാപ്റ്റനായി നിശ്ചയിച്ചു, അമീറാക്കി.
അബൂബക്കർ, ഉമർ, അലി, ഉസ്മാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ പോലുള്ള മഹാരഥന്മാരായ സ്വഹാബാക്കൾ ഉണ്ടായിരിക്കെ തന്നെ പിടിച്ചൊരു സൈന്യത്തിൻ്റെ അമീറാക്കിയപ്പോൾ അംർ ബിൻ ആസ് റളിയല്ലാഹുവിന് തോന്നിപ്പോയി റസൂലുള്ളാഹിക്ക് എന്നോട് പ്രത്യേക സ്നേഹമുണ്ട്, അതുകൊണ്ടാണെന്ന്. അദ്ദേഹം ചോദിച്ചു, അല്ലാഹു റസൂലേ, അത് ജനങ്ങൾ അറിയട്ടെ എന്ന് വിചാരിച്ചു. ജനങ്ങളുടെ കൂട്ടത്തിൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണെന്ന് ചോദിച്ചു. ഉടൻ വന്നു കൊടുത്ത മറുപടി, നിഷ്കളങ്കമായ മറുപടി, ആയിഷ. എനിക്കെൻ്റെ പത്നി ആയിഷയാണ് ലോകത്ത് ഏറ്റവും ഇഷ്ടം, ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടം. അംർ ബിൻ ആസ് ഒന്ന് പരിങ്ങി. അദ്ദേഹം ചോദിച്ചു, അല്ല, ഞാൻ ഉദ്ദേശിച്ചത് പുരുഷന്മാരിൽ വെച്ച് ആരെയാണ്, സ്ത്രീകളെയല്ല ഉദ്ദേശിച്ചത്, പുരുഷന്മാരിൽ വെച്ച്. അവിടെ നിന്ന് പറഞ്ഞ അബൂഹ, ആയിഷയുടെ വാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. നാം ആലോചിക്കണം, എനിക്ക് ഈ ലോകത്ത് വെച്ച് ഏറ്റവും ഇഷ്ടം എൻ്റെ ഭാര്യയാണെന്ന് പറയാൻ കരുത്തുള്ള എത്ര ആണുങ്ങളുണ്ട് ഈ ലോകത്ത്. എൻ്റെ ഭാര്യയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ. പ്രവാചകൻ്റെ നിഷ്കളങ്കമായ മറുപടി നമ്മൾ മനസ്സിലാക്കണം. ഉള്ളത് പറയുക, സത്യം പറയുക, കളവില്ല. വേറെ ആരുടെയെങ്കിലും പേര് പറയില്ല. സത്യം സത്യമായിട്ട് പറയുക. ജനങ്ങളെന്നും ധരിച്ചു കൊള്ളട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ആയിഷയുടെ പിതാവായ അബൂബക്കർ സിദ്ദീഖിനെയാണ് ലോകത്തെ ഏറ്റവും ഇഷ്ടം. ഞാൻ പറഞ്ഞത് കാര്യങ്ങളായിട്ട് മാത്രം പറയുക, അല്ലാത്തതൊന്നും പറയരുത്. ഞാൻ ഓർക്കുന്നു, ഒരിക്കലും ഒരു TV പ്രോഗ്രാമിൽ തിരുവോണത്തിൻ്റെ അന്ന് മലയാളത്തിലെ പ്രധാനപ്പെട്ട നടന്മാരെയൊക്കെ TV-ക്കാർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ കൂട്ടത്തിൽ പല കാര്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ അവർ ചോദിച്ചു, അല്ല, നിങ്ങളുടെയൊക്കെ ഫുഡ് എങ്ങനെയാണ്, രാവിലത്തെ ഫുഡ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരു നടൻ പറഞ്ഞു, എനിക്ക് ചൈനീസ് വിഭവങ്ങളാണ് ഇഷ്ടം. ഒരാൾ പറഞ്ഞു, ഞാൻ കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റാണ്. വേറൊരുത്തൻ പറഞ്ഞു, ഗോൾഡൻ ബഫയാണ്. സഹോദരങ്ങളെ, നമുക്കറിയാം, ഇന്ന് മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട നായക നടന്മാരെല്ലാം തന്നെ ഒരു കാലത്ത് വളരെ കഷ്ടപ്പാടും ത്യാഗമൊക്കെ അനുഭവിച്ചവരാണ്. ചേമ്പിൻ പുഴുക്കും കപ്പപ്പുഴുക്കും കാച്ചിൽ പുഴുക്കും ഒക്കെ തിന്ന് വളർന്നവരാണ്. എന്നിട്ട് പറയുകയാണ്, TV-യിൽ കയറിയിരുന്ന ഒരു നാണവും ഇല്ലാതെ, ഒരു ഉളുപ്പും ഇല്ലാതെ പറയുകയാണ്, കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റാണ്, ഗോൾഡൻ ബഫയാണ്. അത് കഴിഞ്ഞ് മലയാളത്തിലെ പ്രധാന നടനോട് ചോദിച്ചു. അദ്ദേഹത്തോടാണ് അവസാനം ചോദിച്ചത്, ശ്രീ മമ്മൂട്ടി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. മമ്മൂട്ടി സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ചൂട് പുട്ടും തലേന്ന് മൺചട്ടിയിലുണ്ടാക്കി വെച്ച മീൻകറി ഉണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണെന്ന് പറഞ്ഞു. ഈ ഗോൾഡൻ ബഫയും ചൈനീസ് ഫുഡും ഒക്കെ പറഞ്ഞവരുടെ മുഖം മഞ്ഞളിച്ച് പോയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. കള്ളത്തരമല്ലേ പറഞ്ഞു, നമുക്കറിഞ്ഞുകൂടെ? മിനിഞ്ഞാന്ന് വരെ കപ്പപ്പുഴുക്ക് തിന്നവരല്ലേ, പട്ടിണി കിടന്നവരല്ലേ? മമ്മൂട്ടിയുള്ള വസ്തുത പറഞ്ഞു, ചൂട് പുട്ടും ചട്ടിയിലുണ്ടാക്കിയ തലേന്നത്തെ മീൻകറിയും. ഒന്നാലോചിച്ച് നോക്കുക, ഇതാരെങ്കിലും പറയാൻ തയ്യാറാകുമോ? വസ്തുതകളായി പറയുമ്പോൾ അതിനൊരു സുഖമുണ്ട്, അതിൻ്റെ രസം, അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം വേറൊന്നിനും കിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, കാര്യങ്ങളായി മാത്രം പറയുന്ന ആളായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ. നമ്മളും വസ്തുതകളായി പറയുക, പെരിപ്പിച്ച് പറയാതിരിക്കുക, എക്സാഗ്രേറ്റ് ചെയ്യാതിരിക്കുക, ഇമാജിനേഷൻ ഉണ്ടാകാതിരിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സ്വർഗത്തിൽ ഒരു ചാട്ട വയ്ക്കാനുള്ള സ്ഥലം ഒരാൾക്ക് ലഭിച്ചാൽ ഈ പ്രപഞ്ചവും അതിൽ കിട്ടുന്ന എല്ലാറ്റിനേക്കാളും അത് ഉത്തമമായിരിക്കും. അറബികൾ യാത്ര പുറപ്പെടും, യാത്രക്കാരാണ്. അവർ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ചെറിയ മരത്തണലോ അല്ലെങ്കിൽ അല്പം വെള്ളമുള്ള പ്രദേശമോ കണ്ടാൽ അവിടെ തമ്പടിക്കുമ്പോൾ ഓരോരുത്തരും അവരുടെ ചാട്ട കൊണ്ട് വയ്ക്കും. ആ ചാട്ട വയ്ക്കുന്ന സ്ഥലം അയാൾക്ക് വിരിപ്പ് വിരിക്കാനുള്ളതാണ്, മറ്റൊരാൾ എടുക്കാൻ പാടില്ല. നമ്മൾ ഈ ട്രെയിനിലും ബസ്സിലും ഒക്കെ ബാഗും കർച്ചീഫും ഒക്കെ വെച്ച് സീറ്റ് പിടിക്കുമല്ലോ, അതുപോലെ അറബികൾ ഒട്ടകത്തിൻ്റെ ചാട്ട അവിടെ വയ്ക്കും. ആ ചാട്ട വെച്ചാൽ അത് അവർക്കുള്ളതാണ്. ഇതിനെക്കുറിച്ചാണ് പ്രവാചകൻ സൂചിപ്പിച്ചത്, ഒരു ചാട്ട വയ്ക്കുന്ന, ഒരു വിരിപ്പ് വിരിക്കാനുള്ള സ്ഥലം സ്വർഗത്തിൽ കിട്ടിയാൽ ഈ ദുനിയാവിലുള്ള സകലതും കിട്ടുന്നതിനേക്കാൾ ഉത്തമമായിരിക്കും. അല്ലാഹു തആല സ്വർഗവാസികൾ ഉൾപ്പെടാൻ, അതിൻ്റെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആർക്കാണ് ഈ അനുഗ്രഹം കിട്ടുക എന്ന് അള്ളാഹു വേണ്ടത് വെച്ച് അടുത്ത ആഴ്ച നമുക്ക് വിശദീകരിക്കാം. ഒരുമനയൂരിൽ നിന്നും മുഹമ്മദ് കുട്ടി എന്ന സഹോദരൻ, അദ്ദേഹം ചോദിച്ചിരിക്കുന്നു, ഈസാ നബി അലൈഹിസ്സലാമിനെ കുരിശിൽ തറച്ച്
കൊലപ്പെടുത്തി എന്നാണല്ലോ ക്രൈസ്തവ സഹോദരങ്ങൾ വിശ്വസിക്കുന്നത്. മുസ്ലിമീങ്ങളുടെ വിശ്വാസം എന്താണ്? മുസ്ലിമീങ്ങൾ എന്തു പറയുന്നു? ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും ഒരേപോലെ വിശ്വസിക്കുന്നു, ചെറിയ നേരിയ ഏറ്റക്കുറവുകൾ ഒഴിച്ച്. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനനം, അതുപോലെ തന്നെ ജീവിതം, അത്ഭുതങ്ങൾ, അദ്ദേഹത്തിൻ്റെ മഹത്വം പൂർണ്ണമായി മുസ്ലിമീങ്ങൾ ഉൾക്കൊള്ളുന്നു. കുരിശിൽ തറച്ച് കൊലപ്പെടുത്തി എന്ന ഭാഗത്ത് വെച്ച് മുസ്ലിമീങ്ങൾ വിയോജിക്കുന്നു. മുസ്ലിമീങ്ങളുടെ വിശ്വാസമനുസരിച്ച് മഹാനായ പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാമിനെ 30 വെള്ളിക്കാശിന് വേണ്ടി ജൂദാസ് ഒറ്റിക്കൊടുത്തപ്പോൾ, ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാമിനെ ആകാശത്തിലേക്ക് ഉയർത്തി വാനാരോഹണം നടത്തി. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തേക്ക് ഉയർത്തുകയുണ്ടായി. പകരം ചതി കാണിച്ച സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുത്ത ജൂദാസിന് പെട്ടെന്ന് തന്നെ യേശുവിൻ്റെ രൂപം, കോലം ഇട്ടുകൊടുക്കുകയും ആ ജൂദാസിനെയാണ് കുരിശിൽ തറച്ച് ജൂതന്മാർ കൊലപ്പെടുത്തിയത് എന്നും മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു. ക്രൈസ്തവ സഹോദരങ്ങളുടെ വിശ്വാസമനുസരിച്ച് ക്രൂശിക്കപ്പെട്ടത് ശ്രീ യേശു തന്നെയാണ്. ഈ ഒരു വ്യത്യാസമുണ്ട്. എന്തായാലും ലോകാവസാനത്തിന് മുമ്പ് ഈസാ നബി അലൈഹിസ്സലാം തിരിച്ചു വരുമെന്ന്, ശ്രീ യേശു അന്ത്യക്രിസ്തു വരുമെന്ന് ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും ഒരുപോലെ ഉറച്ചു വിശ്വസിക്കുന്നു. ഈസാ നബി അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെടാൻ ഇനി അധിക കാലമൊന്നുമില്ല. അതിൻ്റെ കാലമൊക്കെ അടുത്തുപോയി. പ്രവാചകൻ പറഞ്ഞ അടയാളങ്ങളൊക്കെ പുറന്നുപോയി. അള്ളാഹു അനുഗ്രഹിച്ചാൽ നമുക്ക് തന്നെ അല്ലെങ്കിൽ നമ്മുടെ സന്താനങ്ങൾ ശ്രീ ഈസാ നബി അലൈഹിസ്സലാമിനെ, ശ്രീ യേശുവിനെ കണ്ടുമുട്ടും. അദ്ദേഹം വാനലോകത്ത് നിറങ്ങി വരും. പ്രവാചകൻ പറഞ്ഞു, അദ്ദേഹം ഭൂമിയിൽ വരും. 7 വർഷക്കാലം ഭൂമിയുടെ അധിപതിയായി അദ്ദേഹം ഭരണം നടത്തും. വിവാഹം കഴിക്കും, സന്താനങ്ങളുണ്ടാകുമെന്നൊക്കെ. എന്തെങ്കിലും ആകട്ടെ, ഈസാ നബി അലൈഹിസ്സലാം തിരിച്ചു വരുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും, ക്രിസ്ത്യാനികൾക്കും മുസ്ലിമീങ്ങൾക്കും, നേരിട്ട് ഈ സംഭവങ്ങളൊക്കെ ചോദിക്കാൻ അള്ളാഹു ഇടയാക്കുമാറാകട്ടെ. ക്രൂശിക്കപ്പെട്ടത് ഈസാ നബി അല്ല, യേശുവിൻ്റെ കോലമിടപ്പെട്ട മറ്റൊരാളായിരുന്നു എന്ന് മുസ്ലിമീങ്ങൾ, ഈസാ നബിയെ തന്നെയാണ് ക്രൂശിച്ചത് എന്ന് ക്രൈസ്തവ സഹോദരങ്ങൾ. അൽഹംദുലില്ലാ സഹോദരങ്ങളെ, വരുന്ന ഏപ്രിൽ മാസം 10-ാം തീയതി ഈ വിനീതൻ ഉംറ നിർവഹിക്കുന്നതിന് പുറപ്പെടുന്നു. മെയ് 1-ാം തീയതി റഷ്യയിലേക്ക് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ സിയാറത്ത് ചെയ്യാനായിട്ട് പുറപ്പെടുന്നു. 7 ദിവസത്തെ യാത്ര. സെപ്റ്റംബർ 4-ാം തീയതി ബൈത്തുൽ മുഖദ്ദസ്, ഈജിപ്റ്റ്, ഇസ്രയേൽ, ഫലസ്തീൻ, ജോർദാൻ എന്നീ 4 രാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്നു. 10 ദിവസം. ഏതെങ്കിലും യാത്രയിൽ ഈ വിനീതനോടൊപ്പം വരാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക. ഞങ്ങളുടെ നമ്പർ 9387544151. ഞങ്ങളുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള സംശയങ്ങളോ നിർദ്ദേശങ്ങളോ നിങ്ങൾ എഴുതുക. നിങ്ങളുടെ കത്തുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഇസ്ലാം അറിവ്, കേരള വിഷൻ, ഗിരിനഗർ, കടവന്ത്ര, കൊച്ചിൻ 20. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.